കെ.എസ്.ആർ.ടി.സി ബസിൽ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര കൊല്ലം ജില്ലയിൽ 374 ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 9 ഡിപ്പോകളിലായി ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളുടെ എണ്ണം 561 ആണ്. ഓർഡിനറിക്കു പുറമെ ഫാസ്റ്റ് പാസഞ്ചർ 150, സൂപ്പർഫാസ്റ്റ് 33 ബസും ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നു. സൗജന്യയാത്രയിലൂടെ കൊല്ലം ജില്ലയിൽ കെ.എസ്.ആർ.ടി.സിക്ക് ദിവസവരുമാനത്തിൽ ശരാശരി 43.5 ലക്ഷം രൂപയുടെ കുറവുണ്ടാകും. ഈ തുക സർക്കാർ നൽകിയില്ലെങ്കിൽ കെ.എസ്.ആർ.ടി.സി നഷ്ടത്തിലാകും. ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ നിന്നുള്ള ആകെ ദിവസവരുമാനം ശരാശരി 88.8 ലക്ഷം രൂപയാണ്. ആര്യങ്കാവ് ഡിപ്പോയിൽ 11 ഓർഡിനറി ബസും, പുനലൂർ 34, പത്തനാപുരം 51, ചടയമംഗലം 36, കൊട്ടാരക്കര 81, ചാത്തന്നൂർ 37, കൊല്ലം 44, കരുനാഗപ്പള്ളി 54, കുളത്തൂപ്പുഴ ഡിപ്പോയിൽ 26 ഓർഡിനറി ബസും ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതിൽ ഓർഡിനറി ബസ് ഓപ്പറേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് കൊട്ടാരക്കര ഡിപ്പോയ്ക്കാണ്. ശരാശരി 9.5 മുതൽ 10 വരെ 5 ലക്ഷം രൂപ. ജില്ലയിൽ ചൊവ്വാഴ്ച ഓർഡിനറി സർവീസ് നടത്തി ആര്യങ്കാവ് ഡിപ്പോയിൽ 1.30 ലക്ഷം രൂപയും, പുനലൂർ 3.4 ലക്ഷം, പത്തനാപുരം 4.5 ലക്ഷം, ചടയമംഗലം 4.7 ലക്ഷം, കൊട്ടാരക്കര 10 ലക്ഷം, ചാത്തന്നൂർ 4.5 ലക്ഷം, കൊല്ലം 4.5 ലക്ഷം, കരുനാഗപ്പള്ളി 5.5 ലക്ഷം, കുളത്തൂപ്പുഴ ഡിപ്പോയിൽ 3.87 ലക്ഷം രൂപയുടെയും കളക്ഷൻ നേടി. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര UDF പ്രഖ്യാപിച്ചിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊട്ടാരക്കര ഡിപ്പോയിലാണ് 81 എണ്ണം. അത് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഡിപ്പോയിലും 54 എണ്ണം.